വെൽക്കം ബാക്ക് ടു ചൂസ് ചാനൽ. സോ ഇന്ന് ഞാൻ ഒരു കഥ പറയാൻ പോവാണ്. വേറൊന്നുമല്ല, ജസ്റ്റ് ഒരു കഥ മാത്രം, പക്ഷേ കുറച്ച് വലുതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ കുക്കുമോൻ്റെ കഥയാണ്. കുക്കുമോൻ ഒരു ചെറിയ 8-6 വയസ്സുള്ള കുട്ടിയാണ്. അവരുടെ അച്ഛനും അമ്മയുടെയും കൂടെ ജീവിക്കുകയാണ്. ഒരു അപകടം പറ്റിയിട്ട് കുക്കുമോൻ്റെ അച്ഛനും അമ്മയും മരിച്ചു. പിന്നെ കുക്കുമോ ഒറ്റയ്ക്കായി. പിന്നെ കുക്കുമോൻ്റെ മുത്തശ്ശി വന്ന് കൊണ്ടുപോയി. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മുത്തശ്ശിയും മരിച്ചു. അത് കഴിഞ്ഞപ്പോൾ വല്യച്ഛൻ ഉണ്ടായിരുന്നു, അയാൾ കൊണ്ടുപോയി. വല്യച്ഛന് കൊണ്ടുപോകാൻ അത്ര താല്പര്യമൊന്നുമില്ല, എന്നാലും ആൾക്കാരെന്ത് വിചാരിക്കും വെച്ചിട്ട് കൊണ്ടുപോയി. അമ്മമ്മ ആണെങ്കിലോ ഭയങ്കര ദുഷ്ടയാണ്. രാവിലെ തൊട്ട് രാത്രി വരെ ഫുള്ള് വർക്ക് ഒതുക്കും കുക്കുമോന്. ഒരു വർക്കും അവർ ചെയ്യില്ല. അപ്പോൾ അവർ ചെയ്യാത്തതുകൊണ്ട് ഇവൻ്റെ ജീവിതം കട്ടപ്പോകയായി പോയി. അപ്പോൾ പിന്നെ അപ്പോൾ ഒരു ദിവസം നാടുവാരീൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് സ്വർണം മോഷ്ടിക്കപ്പെട്ടു. അപ്പം കുക്കുമോന് പുറത്താക്കണം വെച്ച അമ്മമ്മ പറഞ്ഞു, പണ്ടേ കാലത്ത് അവനൊരു കള്ളനായിരുന്നു, അവനായിരിക്കും നാടുവാരീൻ്റെ ഇത് മോഷ്ടിച്ചത് സ്വർണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് കുക്കുമോന് സാധായി, കാരണം അവനെ കുറേ വർക്കും കൊത്തുന്നു. ഇപ്പം ഇതേ ബാഗെന്നും കല്ലെന്നും പറയുന്നു. എന്നിട്ട് ഒരു ദിവസം വൈകുന്നേരം കുക്കുമോ ആരോടും പറയാതെയും ആരെ കാണിക്കാണ്ട് കണ്ടും കാട്ടിലേക്ക് പോയി. അവിടെ വലിയൊരു പണി ഉണ്ടായിരുന്നു. ഇതേ ബാക്കിൽ ഞാൻ ഇരിക്കുന്ന ചെയറിൻ്റെ അത്ര സൈസ്, ചെറുതായി ഇങ്ങനെ ദോത്തായി തോന്നിയെന്ന് പോലെ. അപ്പോൾ വലുതാണ്. അതിൽ ചെങ്ങി കിടന്ന് താഴെ പാമ്പോ വല്ലതും കുത്തി ഇയാളെ വെച്ചിട്ട്. പെട്ടെന്ന് കാറ്റ് വന്നപ്പോൾ മതിയൊക്കെ ഇളകി. ഇവൻ്റെ ഉറക്കം പോയി. പിന്നെ ഉറക്കം വന്നില്ല. ഇവൻ ദൂരെ ഒരു വെളിച്ചം കണ്ടു. അങ്ങോട്ടേക്ക് പോവോ. ആദ്യമൊക്കെ എഴുത്താണെങ്കിലും പിന്നെ അവന് കണ്ണു കാണാൻ തുടങ്ങി. പിന്നെ വരിയിൽ തിലക്കമുള്ളൊരു കണ്ണുള്ള ജീവിനെ കണ്ടു. ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഒരു മുള്ളൻപന്നി. പറഞ്ഞു, എവിടേക്കാ പോക്ക്? അപ്പോൾ പറഞ്ഞു, ഞാൻ ആ വെളിച്ചത്തിലേക്ക് പോവാണ്, അതൊരു ഗ്രാമമാണ്. അപ്പോൾ ഇവൻ മുള്ളൻപന്നി പറയും, അത് മൃഗങ്ങളുടെ ഒരു ഗ്രാമമാണ്, മനുഷ്യന്മാരുടെ ഗ്രാമമല്ല. കുക്കുമോ അതൊന്നും കേട്ടില്ല, അങ്ങോട്ടേക്ക് ലക്ഷ്യമാക്കി പോയി. അപ്പോൾ മുള്ളൻപന്നി പറഞ്ഞു, വേണ്ട കുക്കുമോ, നീ പോണ്ട. അപ്പം കുക്കുമോന് മനസ്സിലായി ആ മുള്ളൻപന്നിക്ക് താൻ അങ്ങോട്ട് പോകുന്ന ഇഷ്ടമല്ലാന്ന്. പക്ഷേ അവൻ കള്ളം പറഞ്ഞു, ശരി ഞാൻ ഇനി പോകുന്നില്ല, നീ പോയിക്കോ. അങ്ങനെ അവൻ്റെ ഭാഗത്തെ മുള്ളൻപന്നി പോയി. പക്ഷേ ഇവൻ വേറെ ഒരു വലി കൂടെ അങ്ങോട്ടേക്ക് പോയി. വലിയല്ല, വലി. വലി എന്ന് വെച്ചാൽ കുശുവാണ്. അപ്പോൾ ആ വലി പോയി. എന്നിട്ട് ആ വെളിച്ചത്തിൻ്റെ അടുത്തെത്തി. അവിടെ ഒരു വേലി ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് ചെറിയ എത്രയൊക്കെ സൈസുള്ള വീടുകളുണ്ട്, സ്മോൾ, മീഡിയം, ബിഗ്. അപ്പോൾ കുറച്ചും കൂടി വലിയ ഒരു വീട്ടിൽ നിന്ന് കുറച്ച് ശബ്ദം കേൾക്കാൻ തുടങ്ങി. നോക്കിയപ്പോൾ അവിടെ കുറേ ആനിമൽസ്, 3 ടൈപ്പ് കൂത്തുള്ള പേരുള്ള ആനിമൽസ് ഉണ്ടായിരുന്നു. ആദ്യത്തേത് വേട്ടക്കാരൻ, രണ്ടാമത്തെ പുല്ല് തിന്നുന്ന ഇത്, മൂന്നാമത്തെ അതേമാതിരി. അപ്പോൾ ഈ 3 സുഹൃത്തുക്കളും ഒന്നിച്ചാണ്
ആനിമൽസിനെ ക്യാച്ച് ചെയ്യുന്ന വേറെ ആനിമൽസ് എന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിൻ്റെ പുറത്തുള്ള ഇതിനൊക്കെ പിടിക്കുന്ന, പക്ഷെ ഗ്രാമത്തിൻ്റെ ഉള്ളിലുള്ള ആനിമൽസിനെ അവർ പിടിക്കാറില്ല. പുല്ലുതീനികൾ എന്ന് വെച്ചാൽ പുല്ലൊക്കെ തിന്നുന്ന ആനിമൽസ്. ഇരയന്മാരെന്ന് വെച്ചാൽ അരങ്ങിയിരിക്കുന്ന പാമ്പൊക്കെ, പുരുവാതുകൾ. അപ്പോൾ ഇവർ 3 കൂട്ടങ്ങളും ഒന്നിച്ച് നല്ല നല്ല കൂട്ടുകാരായിട്ടായിരുന്നു ഉള്ളത്. അപ്പോൾ അന്ന് അവിടെ പുല്ലുതീനികൾ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആന, മറ്റേ പശുവൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ സംസാരിക്കുകയായിരുന്നു. അപ്പം കുക്കുമോനത് മനസ്സിലായി അത് ആനിമൽസിൻ്റെ ഇതാണെന്ന്, പത്തനം. ഇവൻ തിരിച്ചു പോകാൻ ഇറങ്ങുന്നതിൻ്റെ മുന്നേ ആന എണീറ്റിട്ട് ഒച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഇതുവരെ നമ്മൾ ഓരോ പാർട്ടിയിലും ഇങ്ങനെ സംസാരിച്ച് ചിരിച്ച് കളിച്ചല്ലേ, ഇന്ന് ഞാൻ ഒരു മാറ്റം വരുത്തായിരുന്നു. എല്ലാ ആനിമൽസും ആനേൻ്റെ നേർക്ക് നോക്കി. ആന ഒരു വലിയ ചുള്ളിക്കമ്പ് എത്തു, ആ കറുത്തൻ്റെ അത്ര ബാക്കില്ല. എന്നിട്ട് അത് ഒതിച്ചു. അവൻ ആഗ്രഹിച്ച സാധനം ഒരു പഴക്കൊലയാണ്. അത് വന്നു. പിന്നെ ഒരു ഇതും വന്നു. എല്ലാവർക്കും ചുള്ളിക്കമ്പ് ആന കൊടുത്തു. എന്നിട്ട് അവൻ പറഞ്ഞു, ഇന്ന് വേണ്ട സാധനമൊക്കെ എടുത്തിട്ട് ഇത് നെന്തൂത്തി പോകാന്ന് പറഞ്ഞാൽ അത് പോവും. നല്ല സാധനമല്ലേ ഇത്? എല്ലാവരും ആന ചോദിച്ചു. എല്ലാവർക്കും ഇത് ഇഷ്ടമായി. എല്ലാവരും ഓരോന്ന് ആഗ്രഹിച്ചിട്ട് അത് സാധിച്ചു. മുയൽ കമ്പ് പൊട്ടിച്ചിട്ട് മാനിൻ്റെ മുഴുവൻ ദേഹത്തിലെ പുള്ളികൾ മാറ്റി എന്ത് കുത്തിയിട്ടാണ് വീഴ്ത്തിയത്. മാനാണെങ്കിൽ മുയലിൻ്റെ വാലങ്ങോട്ട് പോക്കി എന്ത് കുത്തി തിരിച്ചു വന്നു. കുരങ്ങനാണെങ്കിൽ കമ്പൊത്തിച്ചിട്ട് ആനേൻ്റെ തുമ്പി കയ്യനെ പോയി. എന്നിട്ട് നനത്ത് കുത്തിയിട്ടാണ് വീണ്ടും അത് വന്നത്. ആന അകത്തെ ചുള്ളിക്കമ്പ് പൊത്തിച്ചിട്ട് മറ്റേ കുരങ്ങൻ്റെ വാലില്ലേ അതങ്ങോട്ട് മാറ്റിക്കളഞ്ഞ് നനത്ത് കുത്തിയിട്ടാണ് അത് വീണ്ടും വീഴ്ത്തിയത്. എല്ലാവർക്കും ഈ കളി ഇഷ്ടമായി. അപ്പോൾ ഇവർ പറഞ്ഞു സൂപ്പറാത്. എന്നിട്ടത് കരഞ്ഞു. ഇതൊക്കെ കണ്ട കുക്കുമോന് ഹാപ്പി. ഈ ചുള്ളിക്കമ്പ് കഴിഞ്ഞെത്താലോ, ശരി എടുക്കാം എന്ന് വെച്ചു അവൻ കുക്കുമോ. അപ്പോൾ അവൻ മറ്റേ ആനിമൽസൊക്കെ പോയിട്ട് ആരോടും പറയാതെ തങ് 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 എന്ന് പറഞ്ഞിട്ട് ആ വലിയ വീടിൻ്റെ ഉള്ളിൽ പോയി. എന്നിട്ട് എന്താ സംഭവിച്ച വെച്ചാൽ ആ ചുള്ളിക്കമ്പൊക്കെ അവനെത്തും. എന്നിട്ട് കൊണ്ടുപോയി പണ്ട് അവൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നപ്പോൾ നല്ല രുചികരമായ സൂപ്പ് കിട്ടുമായിരുന്നു. അവർ മരിച്ചതോടെ ആ സൂപ്പ് അവന് കിട്ടിയിട്ടേ ഇല്ല. പിന്നെ അവൻ ആ സൂപ്പ് ആഗ്രഹിച്ചു. ഇത്ര സൈസിലെ കട്ടപ്പ, ബത്തൂര, ചോല അന്ന് ഞാൻ പറഞ്ഞില്ലേ, അതേപോലത്തെ വലിയ സൈസായ ഒരു ബൗളിൽ അത്രയ്ക്കും സൂപ്പ് വന്നു. എന്നിട്ട് അവനത് ഫുള്ള് വയറ് നിറച്ച് കുറച്ചു. ഇത്ര വന്നു അവൻ്റെ വയറിൻ്റെ സൈസ്. എത്രയാണ് ആ ബൗൾ, ആ സൂപ്പില്ല, എത്ര സൂപ്പല്ല സൂപ്പ്. അപ്പോൾ പിറ്റേ ദിവസം മറ്റേ ആനിമൽസിനെ വേറെ കാട്ടിൻ്റെ പുറത്തുള്ള ഗ്രാമത്തിൻ്റെ പുറത്തുള്ള ആനിമൽസിനെ തിന്നുന്ന ആനിമൽസിൻ്റെ
ഇതായിരുന്നു. കുക്കുമോൻ്റെ ഇത് തീരാൻ തുടങ്ങി. തീർന്ന് പിന്നെ അവൻ ഒന്നും കൂടി അവിടെ പോയി. അന്നേരം അവിടെ ഇപ്പം ഞാൻ പറഞ്ഞ അവരുടെ മറ്റേ കൂട്ടത്തിൻ്റെ ഇതായിരുന്നു, വേറെ ആനിമൽസിനെ തിന്നുന്നത്. അപ്പോൾ അവർ എന്താ വേട്ടക്കാർ, കറക്റ്റ്. അപ്പോൾ സിംഹം പറഞ്ഞു, മെഞ്ഞാനത്തെ പുല്ലുതീനികളുടെ ഇത് സൂപ്പർ കോമഡി ആയിരുന്നു എന്നാണ് കേട്ടത്. ഇതിൽ ആന കുറച്ച് ചുള്ളിക്കമ്പ് കൊണ്ടുവന്നു. ഇതേപോലത്തെ കുറച്ച് ചുള്ളിക്കമ്പുകൾ ഞാനും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് സിംഹം പറഞ്ഞു. എന്നിട്ട് നടുക്കിലേക്ക് വെച്ചു. എന്നിട്ട് എല്ലാവരും വെച്ച് ഓരോരോ സാധനങ്ങൾ ഉദ്ദേശിച്ച്. ചെന്നായ ആണെങ്കിൽ കമ്പൊച്ചിട്ട് സിംഹത്തിൻ്റെ ഇവരൊക്കെല്ലാം രോമം പോക്കി രണ്ട് കുത്തിയിട്ട് ആണ് അത് തിരിച്ചു കൊണ്ടുവന്നത്. സിംഹമാണെങ്കിൽ മറ്റേ ചെന്നായൻ്റെ വാല തന്നെ പൊക്കി രണ്ട് കുത്തിയിട്ടാണ് പിന്നെ വീഴ്ത്തിയത്. പിന്നെ ടൈഗർ സിംഹത്തിൻ്റെ വാൽ ഇങ്ങോട്ട് പോയി. എന്നിട്ട് രണ്ട് കുത്തിയിട്ടാണ് തിരിച്ചു വീഴ്ത്തിയത്. അവർക്കും ഇത് ഇഷ്ടമായി. അപ്പോൾ പെട്ടെന്ന് ചെന്നായ അറിഞ്ഞു മനുഷ്യൻ്റെ മണം. എല്ലാ ആനിമൽസിനോടും ചെന്നായ പറഞ്ഞു, നമ്മളിവിടെ സുഖമായിട്ട് ജീവിക്കുമ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ട്, എനിക്ക് അവൻ്റെ മണം കിട്ടുന്നുണ്ട്, അവനൊരു ചതിയനാണ്, നമുക്ക് അവനെ സെർച്ച് ചെയ്യാം. എന്നിട്ട് ഇവർ സെർച്ച് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അപ്പം മുള്ളൻപന്നി പറഞ്ഞു, കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇവിടെ ഒരു മനുഷ്യനെ കണ്ടിരുന്നു, അവൻ്റെ പേര് കുക്കുമോ എന്നാണ്. എല്ലാ ഇരയന്മാരും കുക്കുമോനെ അന്വേഷിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ മരത്തിൻ്റെ അടുത്തേക്ക് നടക്കുന്ന കുക്കുമോനെ ഇവർ കയ്യോടെ പിടിച്ച് ഒരു മരത്തിൽ, വലിയ ഒരു മരത്തിൽ കെട്ടിവെച്ചു. എന്നിട്ട് അവൻ്റെ നേരത്തേക്ക് വന്നു. അപ്പോൾ കുക്കുമോൻ പറഞ്ഞു, പ്ലീസ് എന്നെ തിന്നരുത്, ഞാനൊരു പാവമാണ്, ഞാൻ നല്ല മനുഷ്യനാണ്, ഞാനൊരു അനാഥനാണ് പറഞ്ഞു. പക്ഷെ സിംഹം പറയൂ, നീ അനാഥനാണെങ്കിലും സനാഥനാണെങ്കിലും നീ ഒരു മനുഷ്യനാണ്, ഞാൻ ഒരു ചതിയനാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ആനിമൽസും ഇവൻ്റെ നേർക്ക് വന്നു. അപ്പോൾ പാമ്പ് പറഞ്ഞു, ഇവനെ ചവിട്ടുകാരനാ നമ്മളൊക്കെ ചത്തേനെ, ഇരയന്മാർ പറഞ്ഞു. അപ്പോൾ ഇവരെ പിടിച്ച് ആകെ കുറച്ച് ചുള്ളിക്കമ്പേ കുക്കുമോൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ. അവൻ സൂപ്പ് ആഗ്രഹിച്ച് പൊത്തിച്ച് അതാഗ്രഹിച്ച് അത് വന്നു. എന്നിട്ട് പതുക്കെ കൈയടിക്കാണ്ടിരിക്കാൻ മെല്ലെ അത് സിംഹത്തിന് നേരെ നീട്ടി. സിംഹം അതൊന്ന് നക്കി നോക്കി, നല്ല രുചി. സിംഹം ചോദിച്ചു, ഇതെന്താണ് സാധനം? ഇതാണ് സൂപ്പ്. ഈ ചുള്ളിക്കമ്പുകൾ വെച്ചിട്ട് എനിക്ക് കേക്കും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റും, എന്നെ വെറുതെ വിടണം പ്ലീസ്. ഇവൻ പറഞ്ഞു, ഇതുവരെ തേനൊക്കെ തിന്ന ആനിമൽസിന് ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു, അവർക്കത് ഇഷ്ടമായി. എല്ലാ വീണുകളിലും ഇവൻ തന്നെയാണ് ഒരാളായത്. എന്നിട്ട് അവൻ വലുതായി വന്നപ്പോൾ സിംഹം അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു യുവാവായി, നിനക്ക് കുട്ടികൾ വേണം, ഭാര്യ വേണം, ഒരു വീട് വേണം, നീ എൻ്റെ ഗ്രാമത്തിലേക്ക് വയ്ക്കും. പക്ഷെ കുക്കുമോ പറയും, എനിക്ക് ഏത് ഗ്രാമം? എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു, മുത്തശ്ശി മരിച്ചു, എൻ്റെ അമ്മാവനും മറ്റേ മുത്തശ്ശിയാണെങ്കിൽ എൻ്റെ കല്ലെന്നും പറയും. ഈ സിംഹരാജാവ് ഇവനെ കുറച്ച് ചുള്ളിക്കമ്പുകൾ കൊടുത്ത് പറഞ്ഞു, നീ ചുള്ളിക്കമ്പുകളെ കുറച്ചോ അതോ നമ്മളെ കുറച്ചോ
ആരോടും പറയരുത്. നീ പറഞ്ഞാൽ അത് നമ്മൾക്ക് ആപത്താണ്. ശരിയെന്ന് പറഞ്ഞിട്ട് കുക്കുമ്പോ പോയി. എന്നിട്ട് അവിടെ എത്തിയിട്ട് ചുള്ളിക്കമ്പ് പൊത്തിച്ചൊരു വലിയ വീടുണ്ടാക്കി. വേണ്ട സാധനമൊക്കെ ആ ചുള്ളിക്കമ്പ് പൊത്തിച്ചിട്ട് ഉണ്ടാക്കി. എന്നിട്ട് അവിടെ ഒരു പക്ഷെ അവൻ കാതിന് ജോയിൻ്റ് ഗ്രാമമായിട്ടുള്ള നടുക്കായിരുന്നു ആ വലിയ ഇത്ര സൈസിൽ ആ വീടുണ്ടാക്കിയത്. ആ വീട്ടിൽ ആരാന്ന് സെർച്ച് ചെയ്യാൻ ആൾക്കാരെല്ലാം വന്നു. മുതിർന്നെങ്കിലും മുത്തശ്ശിക്ക് മനസ്സിലായി ഇത് പണ്ട് ഇവിടുന്ന് കാട്ടിലേക്ക് പോയ കുക്കുമോ ആണ് ഇത് മനസ്സിലായി. എന്നിട്ട് നാടുവാരീൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. നാടുവാരി ചോദിച്ചു, നീ എത്രയാ ഇങ്ങനെ കുറേ വീടും പണമൊക്കെ ആക്കിയത് പറ. പക്ഷെ ഇവൻ പറഞ്ഞില്ല. കാരണം ഇവൻ പ്രോമിസ് ചെയ്തല്ല സിംഹരാജാവിന്. പറഞ്ഞില്ല. ചോദിച്ചിട്ടും പറഞ്ഞില്ല. എന്നിട്ട് അവൻ തിരിച്ചു പോയി സിംഹത്തിനോട് പറഞ്ഞു, ഞാൻ പറയില്ല ഒന്നും. പക്ഷെ അവർ പറയണമെന്ന്. അപ്പോൾ സിംഹം പറഞ്ഞു, നീ ഒരു നല്ല മനുഷ്യനാണ്. നിനക്ക് നമ്മളെ കുറിച്ച് ഒരു വാക്ക് പോലും പറയേണ്ടി വന്നില്ല. നീ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് നീ ഒരു സത്യസന്ധനാണ്. നീ വേണമെങ്കിൽ ചുള്ളിക്കമ്പിനെ കുറിച്ച് മാത്രം പറഞ്ഞു, നമ്മളെ പറ്റി പറയരുത്. നീ കാരണം നമ്മളുടെ ലൈഫിൽ ഒരിക്കലും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. എന്നിട്ട് വീണ്ടും ചെന്നിട്ട് നാടുവാരിനോട് പറഞ്ഞു, നിന്നോട് മാത്രം ഞാൻ എങ്ങനെ എനിക്ക് വീടും പണമൊക്കെ വന്ന് കാണിച്ചു തരാം. എന്നിട്ട് നാടുവാരി ഇവനെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് നോക്കി. അവിടെ എല്ലാ സ്വർണ്ണമൊക്കെ അപ്പത്തേക്കും തീർന്നുണ്ടായിരുന്നു. അമ്മ വരുന്നതിൻ്റെ മുന്നേ കുക്കുമോ. അപ്പം ഇവൻ മറ്റേ ഇത് പൊട്ടിച്ചിട്ട് അത് കുറേ സ്വർണവും ഒരു സൂപ്പും വരുത്താൻ ആഗ്രഹിച്ചു വന്നു. നാടുവാരിക്ക് ഇത് കണ്ടിട്ട് സന്തോഷമായി. എന്നിട്ട് നാടുവാരി പുറത്ത് പോയി പറഞ്ഞു, കുക്കുമോ എന്തായാലും ഒരു കള്ളനല്ല എല്ലാവരോടും പറഞ്ഞു. കുക്കുമോയെ കല്ലെന്ന് പറഞ്ഞ നാടുവാരിക്ക് സോറി പറയേണ്ടി വന്നു. നാടുവാരീൻ്റെ മകളെ അവനെ കല്യാണം കഴിച്ചു കൊടുത്തു. പക്ഷെ ഇവൻ നാടുവാരീനോടോ അതോ എൻ്റെ ഭാര്യനോടോ കുട്ടികളോടോ ഒന്നും ആനിമൽസിൻ്റെ കാര്യം പറഞ്ഞില്ല. പക്ഷെ ചുള്ളിക്കമ്പിനെ കുറച്ച് മാത്രം പറഞ്ഞു. എങ്ങനെയുണ്ട് കഥ? ഒരു വലിയ സ്റ്റോറി ആയിരുന്നില്ലേ ഞാൻ പറഞ്ഞ പോലെ? നിങ്ങൾക്ക് എന്തായാലും അത് ഇഷ്ടം തോന്നുന്നു. നല്ല കഥയാണ്. ഇന്ന് എന്ത് മനസ്സിലായി? എനിക്കും അറിയില്ല കേട്ടോ അങ്ങനെയൊന്നും. ബൈ ഗൈസ്, see you next time.